ഓൻ എന്തുകൊണ്ടാ ഫെയിമായി? ഓന്റെ സാമാനം കാണിച്ചോണ്ടാ. അങ്ങനെ അല്ല ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾ കാണുമ്പോൾ ഞാൻ മനിയായിട്ട് ഡ്രസ് അയ്യോ അടിപൊളിയാണ് സാരി. ഇത് ഹറാമാണ്. സാരി ഇസ്ലാമിക യോജിക്കില്ല. നീ ഏത് നാട്ടിൽ നിന്ന് വന്നേന്ന്? ഇല്ല. പിന്നെ തലയിലെ ചന്തിക്കാരും ഷോള് നമ്മള് തലയെ മാത്രമാണോ ഇടുന്നത്? സൈഡിൽ ഇറക്കി വിട്ടുണ്ടെങ്കിൽ പകുതി പ്രശ്നം തീരുന്നതന്നെ. ഇതാരെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. വായി തോന്നിയ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഇന്നേക്ക് പേര് റാപ്പ്. ഏത് റാപ്പ് സോങ്? അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ട രണ്ട് ടീംസാണ്. എപ്പയാ കപ്പയെന്നങ്ങാണ്ട് പറഞ്ഞിട്ട് ഇടക്കാലത്ത് ഒരു റാപ്പ് സോങ് കണ്ട് ഇറക്കി അതോടെ കയറി പോയിരിക്കുകയാണ്. കാരണം ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നാണക്കെട്ട് നാറും ആ നാട്ടുകാർ. കാസർഗോഡുകാർ നാണം കെട്ട് നാറി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സുഹൃത്തുക്കളെ. കാസർഗോഡുകാർക്ക് അഭിമാനമാകാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പോയി ഒരു കോപ്പിലെ സോങ് ഇറക്കി അവസാനം കാസർഗോഡുകാർക്ക് നാണക്കേടാവുന്ന അവസ്ഥയിലോട്ടാണ് ആ പാട്ട് കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾ കേൾക്കണം. കേൾക്കാത്തവർ ഇരുന്നൊന്ന് കേട്ട് വെക്കണം. എന്റെ പൊന്നെ എനിക്ക് പറയലൊന്ന് അതുണ്ട് സത്യം. കേട്ട് വെക്കാം. പിന്നെ കവിതയുടെ മട്ടുമാറി. ഇതെന്താ ആദ്യം ഒന്നുമില്ല. ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ. ഔക്കർച്ചാന്റെ മോളെ പാത്തോല്ലത് എന്ത് ചെയ്യലോളെ കാണാന്. എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നത് തെങ്ങ് നടന്നു വരുന്നു. ഇതാണ് ഒരു സാരാംശം. ഇത്രയും കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ബാക്കിയും കൂടി കണ്ടാൽ കുഴഞ്ഞു വീഴും ഉറപ്പാ. ഷോർട്ട് ഷോട്ടാ. എവിടെന്നോ ഒരു BMW കിട്ടി, കുറച്ച് കോസ്റ്റ്യൂമും കിട്ടി, എടുത്തിട്ട് കൊണ്ട് സോങ് എന്നും പറഞ്ഞുകൊണ്ട് ഒരുമാതിരി കോപ്പില പാട്ട് ആടി നാട്ടുകാരെ ഒരുമാതിരി വെള്ളത്തിലാക്കി. ഏത് കാസർഗോഡുകാർ ഇപ്പൊ നാറ് നത്തം കൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ഇങ്ങനത്തെ അവതാരങ്ങൾ അവിടെ നിന്ന് പിറവി എടുത്തു വന്നു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് തന്നെയാണ് നാണക്കേട്, സ്വാഭാവികം. അങ്ങനെയാണ് കാസർഗോഡുകാരുടെ അവസ്ഥ. എന്നാൽ ഈ കോപ്പിലെ പാട്ടും കണ്ടുകൊണ്ട് തൊപ്പി ഇവനിട്ട് അണ്ണാക്കിൽ അടിച്ചൊരു മറുപടി അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തൊപ്പി ഞാൻ വലുതായിട്ട് തെറ്റ് പറയത്തില്ല. ആര് കണ്ടാലും ഇതൊക്കെ തന്നെ പറയും. കാരണം അമ്മാതി സാധനമാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. തൊപ്പി പറയുന്ന കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിലർക്കൊന്നും ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ എന്തിനുണ്ടാവും അവന്റെ കലാവാസനയെ താഴ്ത്തി കിട്ടുന്നത് എന്നൊക്കെ ഒരു ചോദ്യം വരാം. പക്ഷെ ഇതിൽ എവിടെയാണ് കലാവാസന ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാകെ കൂടി കണ്ടപ്പോൾ എനിക്കൊരു കൊലാവാസനായിട്ടാണ് തോന്നിയത്. എന്തായാലും തൊപ്പി പറയുന്നത് കേട്ട് നോക്കാം. സൗണ്ട് എന്താ ഇങ്ങനെ അണ്ണാന്റെ സൗണ്ട് പോലെ? ഇതെന്താ ഇത്? ഇതാരാണ്? സിനു കാസർഗോഡല്ലേ റാപ്പറാൻ അറിയേ? സിനു കാസർഗോഡ് ഞാൻ ഒരു കാര്യം പറയാം, ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. നീ എന്തെങ്കിലും പണിക്ക് പോയിക്കോ, ഞാൻ കാര്യം പറയില്ല. ഇത് നിനക്ക് പറ്റിയ പണിയല്ല. എന്താക്കി വെച്ചിട്ട് നീ തൊപ്പി കളിയാക്കുന്നതാണെങ്കിലും പറയുന്നതിൽ കാര്യമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ സംഭവം ചെയ്തു വെച്ചിട്ടുള്ളത്. റാപ്പ് എന്ന് പറഞ്ഞ എന്തോ കോപ്പിലെ പാട്ടാണ് അവൻ പാടി വെച്ചിട്ടുള്ളത്. ഓക്കെ ഫൈൻ, ആ ഒരു രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, നിനക്ക് കലാവാസനയൊന്നും ഇല്ലല്ലോടാ, നിനക്ക് എന്ത് യോഗ്യതയുടെ അവനെ കളിയാക്കാൻ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ അവരാധ പാട്ടുകൾ പാടി എയറിലാവുന്നതിനേക്കാളും ഞാൻ ഇല്ലാത്ത കഴിവും വെച്ചോണ്ട് വെറുതെ ഇരിക്കട്ടെ, അതായിരിക്കും ബെറ്റർ അല്ലേ? അതല്ല അതിന്റെ ഒരു ശരി. ഇനി എന്തായാലും തൊപ്പി ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവൻ തൊപ്പിക്കിട്ട് ഒരു മറുപടിയും കൊടുത്തു. കേട്ടോക്കാം. നീ പറഞ്ഞു എന്നെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാ എന്നെ ഹെയ്റ്റ് ചെയ്യുന്നത്? ഞാനൊരു പാട്ട് ഇറക്കിയുണ്ടോ? ഓൻ എന്തുകൊണ്ടാ ഫെയിമായി? ഓന്റെ സാമാനം കാണിച്ചോണ്ടാ. അങ്ങനെ ഞാൻ പറയുള്ളൂ. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഓന്റെ ഫസ്റ്റത്തെ വീഡിയോസും ഫസ്റ്റ് മുതൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട പെമ്പിള്ളേർ ആൺപിള്ളേർ തന്തയ്ക്ക് വിളിക്കുക, അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം ഊമ്പയ, എന്നിട്ട് ഓനാണ് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് ഫുള്ള് സെറ്റ് ആയിട്ടാകുമ്പോ അതിന്റെ ശേഷം ഓന് മാനിയന് ഞങ്ങളാരാ മനസ്സിലായി. ഇവനൊരു അര പൈസയുടെ വിവരം ബോധമില്ലെന്ന് ഇവൻ തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഞാൻ വലിയ നല്ല പിള്ളയൊന്നും അല്ലടേ. ചീത്ത വിളിക്കാത്തവനോ ചീത്ത പറയാത്തവനോ ഒന്നുമല്ല. എല്ലാം നമ്മൾ സാധാരണ മനുഷ്യരെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പെമ്പിള്ളാരിക്കുമ്പം അതിന്റെ ഇടയിൽ പോയിട്ട് ഒരുമാതിരി മറ്റേടുത്ത ഡയലോഗും ചീത്ത വിളിച്ച് മാസ് കാണിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്കില്ല. ഇന്നലെ ഞാൻ എമ്പുരാൻ സിനിമ കാണാൻ പോയപ്പോൾ എന്റെ അപ്പുറത്ത് ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് എന്റെ ബാക്കിലെ സീറ്റിൽ ഇരിക്കുന്നവന്മാര് അവിടെ ഭയങ്കര ഓഞ്ഞ വെളുപ്പം കൗണ്ടർ അടിയും ചീത്ത വിളി. ഏത് മറ്റേ മൈന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ അടുത്ത പരിപാടി ഡയലോഗുകൾ അവന്മാർ അടിച്ച് തള്ളുന്നുണ്ടായിരുന്നു. എന്തോ വലിയ മാസം എന്നാണ് വിചാരം. ഈ പെമ്പിള്ളാരിക്കുമ്പോൾ ഇങ്ങനെ കുറെ ചീത്തയും പറഞ്ഞ് മറ്റേടുത്ത ഡയലോഗ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് മാസ് കാണിക്കുന്നത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ലേ.
ഓ വലിയ മാസം എന്നാണ് വിചാരം. ഇത് കേൾക്കുമ്പോൾ പെൺപിള്ള അയ്യോ ചേട്ടോ ഈ കോഫി കലിപ്പൻ എന്നുള്ള രീതിയിൽ വരുമെന്നൊക്കെയാണ് ഇവന്റെയൊക്കെ വിചാരം. എന്ത് വേറെ ഒരുമാതിരി എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു സാമാന്യ ബോധം ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി ഇതിനുശേഷം വേണ്ടി ഇന്റർവ്യൂവില് ഇവൻ എവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം വരൂലായിരുന്നു. ഉള്ള കാര്യം നോക്കി നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി. ഇത് സംസാരിച്ച് മുസ്ലിം മതത്തിന്റെ ഒക്കെ കേസിലോട്ടൊക്കെ കയറിപ്പോയി. എവിടെയൊക്കെ കയറിപ്പോയി. അവനാണെങ്കിൽ ബോധം അവരെല്ലാ സൈഡിൽ നിന്ന് എന്താ വിളിച്ചു പറയണം. അങ്ങനത്തെ ഒരുത്തൻ അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കി. എന്തായാലും കാണാം. നാട്ടില് എങ്ങനെയുണ്ടായിരുന്നു റിയാക്ഷൻ ഈ സോങ്ങിലൊക്കെ? നീ വഴക്കൊക്കെ നാട്ടില് ഞാൻ സോങ്ങിന്റെ ആവശ്യമില്ല. നോർമലി ഇവളിപ്പോ പറഞ്ഞിട്ടൊന്നുമല്ല നോർമലി പുറത്തൊന്നും പോകാറ്. മുമ്പ് ഫസ്റ്റ് ഇതിലേക്ക് ഇറങ്ങിയ ആ ഒരു സമയം ഫസ്റ്റ് സമയത്ത് നാട്ടുകാർക്കെല്ലാം കുറച്ച് ചൊറച്ചിലെല്ലാം ഉണ്ടായി. പറഞ്ഞിടണോ നിർബന്ധമുണ്ടോ? ഒന്നുമില്ല. ഇസ്ലാമിൽ അത് മറയാണ്. ഇസ്ലാമിന്റെ അതല്ല പറഞ്ഞത്. നാട്ടില് മുസ്ലിംസിന് അങ്ങനെ നടക്കണം അങ്ങനൊന്നുമില്ല. അതൊരാളെ ചോയ്സ്. ഇസ്ലാമിലുണ്ട്, അത് ഞാൻ പറയുന്നില്ല, നമുക്ക് പറയാനില്ല. എന്താ പറയാ മറ. ഈ പർദ്ദയിടുന്ന കേസ് പറയുന്നുണ്ട്. പർദ്ദയിടുന്നൊക്കെ അവരുടെ ഇഷ്ടോടെ വേണമെങ്കിൽ ഇടാം, ഇടാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പിന്നെ മുസ്ലിം മതത്തിനെ കുറെ പേര് കുറ്റം പറയാറുണ്ട്. ഈ മതത്തിൽ പോയി കഴിഞ്ഞാൽ പർദ്ദ ഇടണം അങ്ങനെ ഇങ്ങനെയാണ്. ഇടുന്നവരുണ്ട്, ഇടാത്തവരൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. പർദ്ദ ഇടാതെ അവരുടേതായ ഇഷ്ടത്തിന് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഓരോ ഫാമിലി ബേസിലിരിക്കും. ഇപ്പം ചിലപ്പോൾ ഞാൻ മുസ്ലിം ആണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ എൻ്റെ വീട്ടിൽ പർദ്ദ ഇടേണ്ട വരും. എൻ്റെ വീട്ടിൽ സ്ട്രിക്റ്റ് അല്ലെങ്കിൽ കുഴപ്പമില്ല, ആ രീതിയിൽ നടക്കും. എത്രയോ പേരങ്ങനെ നടക്കുന്നുണ്ട്. അത് മുസ്ലിങ്ങളിൽ മാത്രമൊന്നുമല്ല, എല്ലാ മതത്തിലും ഉണ്ട്. കുറച്ച് റെസ്ട്രിക്ഷൻസ് കൂടുതൽ വീടുകളുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലാണ്ട് നമ്മൾ ഇനിയിപ്പോൾ അത് മതത്തിന്റെ പേരിൽ കൊണ്ടിട്ട് താങ്ങേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മുസ്ലിം വീടുകളിൽ കുറച്ച് കൂടുതലാണ് റെസ്ട്രിക്ഷൻസ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇത് മുസ്ലിം മതക്കാർക്ക് അടിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടുകാർ. അതിന്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഇതിനുശേഷം ഈ ആങ്കർ ചെയ്യുന്ന കുട്ടിക്കും ഒരു അനുഭവം ഉണ്ട്, കേട്ടു നോക്കാം. ഞാൻ ഒരിക്കൽ റീലിട്ട് തലയിൽ കൂടെ തട്ട ഇട്ടിട്ട് എന്റെ തട്ട വിട്ടതായിരുന്നു പ്രശ്നം. പുള്ളി അവര് നോക്കുന്ന ഡ്രസ്സ്, ഞാൻ മുസ്ലിം അല്ല, ഡ്രസ്സായിരുന്നു പ്രശ്നം അവർക്ക്. നോർമലി ഇപ്പൊ വീഡിയോസ് ഇടുമ്പോക്ക് തട്ടില്ല. അപ്പൊ ആ ഒരു മൈൻഡിൽ വിട്ട് ഇത് തട്ട് വിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം കാണുമ്പോക്ക് നമ്മള് മുസ്ലിം, നമ്മൾ അത് ഉദ്ദേശിച്ചു തലയിൽ കൂടെ ജസ്റ്റ് ഒരു ഷോൾ ഇട്ടു. പക്ഷെ കമന്റ്സ് വന്നൊക്കെ നിങ്ങളുടെ ഏരിയയിലുള്ളവർ അങ്ങോട്ടായിരുന്നു എന്തോ ഈമാനുള്ള ഞാൻ വെച്ചെന്താ നല്ലത് പറയുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടി വിടുന്നുണ്ട്. അങ്ങനെ എനിക്ക് നീ മുസ്ലിംകാരെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നതെന്ന് എനിക്ക് താല്പര്യമില്ല പേഴ്സണലി. അതൊക്കെ ഓരോ ഇഷ്ടമാണ്. ഈ ആങ്കർ ചെയ്യുന്ന കുട്ടി ഒരു ഷോൾ എടുത്ത് തലയെ കൂടി ഇട്ടും കൊണ്ട് ഒരു വീഡിയോ എടുത്തെന്ന് വെച്ചും കൊണ്ട് അവള് ഡ്രസ്സിങ് ശരിയല്ലെങ്കിൽ അവളെ മറ്റേ വാരി അടിക്കുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മതവും ജാതിയും ഒന്നും പറഞ്ഞ് അടികൂടാതെ നടക്കിയിടേ. എന്തിനീ വെറുതെ അവര് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല അതിനെ പറ. മതം കണ്ട് അതിന്റെ ഇടയിൽ ഇടുന്ന എന്തിനാണ്? ഈ വർഗീയത തുപ്പാതെ മതം 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 ഇത് കേട്ട് ഭ്രാന്തായി. നമ്മുടെ ഇന്ത്യയിലാണ് ഈ ഒരു കുഴപ്പം. വെളിനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മതവും ഇല്ല, ജാതിയും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. എന്ത് മനുഷ്യരാണ്, എന്നടേ ഇവിടെ നന്നാവും. കഷ്ടം. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടോ, ഒരാളെ സിൻസിയറായി ലവ് ചെയ്യുന്നുണ്ട്, മതം മാറണം, മുസ്ലിമിനാണ് ലവ് ചെയ്യുന്നുണ്ട്, മാറും? ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമല്ലേ. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ മുസ്ലിംസിനെ നോക്കത്തില്ല എന്നൊരു ഇതെടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇല്ല, എന്റെ ഒപ്പീനിയൻ ഉണ്ട്. ഇത് എത്ര പൊങ്കാല വരും എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനൊരു ഹിന്ദു ആണ്. അപ്പം ഞാൻ കാസ്റ്റിനെ ഒരിക്കലും ഇതായിട്ട് പറയുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിൽ പണ്ട് ഞാൻ പറയാം കാസ്റ്റ് നോക്കി കെട്ടത്തില്ല. പക്ഷെ ഒരു മുസ്ലിം ഫാമിലി, ഞാൻ ഒരു മോഡലിംഗ് അങ്ങനത്തെ ഒരു ഇതിൽ പോകുന്നു. അപ്പം ഡ്രസ്സിങ് ഒരു മുസ്ലിം ഫാമിലി കയറി പോകുന്ന സമയത്ത് തലയിൽ ഷോൾ ഇടണം, എന്റേതായിട്ടുള്ള രീതി മാറ്റണം. ഇപ്പം കെട്ടുന്ന ആൾക്ക് അത് കുഴപ്പമില്ല, എന്റേതായിട്ടുള്ള രീതി നിൽക്കാൻ പറയാൻ ഞാൻ മുസ്ലിംസിനെ കല്യാണം കഴിക്കാം, നോട്ട് ദ പോയിന്റ്. അത് ഞാൻ കെട്ടും. പക്ഷേ എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിരിയാൻ പറ്റാത്ത അവസ്ഥ മനസ്സിലായി. മുസ്ലിമാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ മതം മാറുന്നതല്ല. മതം ഓക്കെ, പേരൊക്കെ എന്റെ പേര് തന്നെ ഇരിക്കും, അശ്വതി എന്നൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഈ പർദ്ദ ഇടുന്ന സംഭവം ഇവള് ഇതെന്ത് തേങ്ങയാണ് പറയുന്നത്? ചോദിച്ചൊന്നും പറയുന്നത് വേറൊന്ന്. ഇവിടെ മുസ്ലിം മതത്തിലുള്ളവരെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ എല്ലാവരും കണ്ടുവച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില ഫാമിലി ബേസിൽ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ മാന്യമായിട്ട് ധരിച്ചു നടക്കും. അതിനെന്തോ വലിയ അപരാധമായിട്ട് കാണരുത്. അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ അപരാധികൾ റോഡിൽ കൂടി മറ്റതും മറിച്ചതും കാണിച്ചും കൊണ്ട് നടന്നു പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തിന് അവരെ കുറ്റം പറയണം? ആങ്കർ ചെയ്യുന്ന പെൺകുട്ടിക്ക് ഇനിയിപ്പോ ഒരു മുസ്ലിം പയ്യനെ കെട്ടിപ്പോവാൻ ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ, അതിന് അവരുടെ മതത്തിലെ ആചാരങ്ങളെയും അവരുടെ രീതികളെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് പറയുന്നതിൽ എനിക്ക് വേറായിട്ട് തോന്നുന്നില്ല. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ആചാര രീതിയും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊന്നും എനിക്കൊരു പുച്ഛമായിട്ടൊന്നും തോന്നുന്നില്ല. അതും മാത്രം ഫോക്കസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ വീട്ടിലായാലും ക്രിസ്ത്യൻസിന്റെ വീട്ടിലായാലും ഡ്രസ്സിങ്ങിലൊക്കെ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉള്ള ഫാമിലീസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയാനുള്ള കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ മതത്തിലുണ്ടേ. ചുമ്മാ മുസ്ലിങ്ങളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി താല്പര്യമൊന്നുമില്ല. എന്തുവാ ഇത്?
എന്തൊരു കോക്കനട്ടോ എന്താ ഇവരൊക്കെ പറഞ്ഞു വിളിച്ചു ഇത് ഇന്റർവ്യൂ പോലെ. ഈ ഷോൾ എന്തിനാ എപ്പോഴും തലയിൽ പിടിച്ച്? കംഫർട്ട് അല്ലേ? സംഭവം തലയിൽ ഷോൾ ഇടൽ കുറവാണ്. കുറവാണ്. പിന്നെ തലയിൽ ചന്തി കാര്യങ്ങൾ ഷോള് നമ്മള് തലയെ മാത്രമാണോ ഇടുന്നത്? ഷോള് ഇങ്ങനെ ഇടൂല, നമ്മ ഇങ്ങനെ ഇടൂല. പക്ഷെ ഇതിന് നിർബന്ധമുണ്ടോ? ഇങ്ങനെ നിർബന്ധമുണ്ട്. ഇസ്ലാമിൽ നിർബന്ധമായിട്ട് ഫുള്ള് കവർ. ഇവൻ അവിടെ നിന്ന് ഇറക്കി വിടാ വാവളം തന്നെ. അവൻ എന്തോ വായി തോന്നണേ കേട്ട് വിളിച്ചു ഷോളോ ഇനി ചന്തിക്കുന്നു. ഇവൻ എന്തുവാ ഇവന്റെ വിചാരിത മാസം എന്നാണ്. എന്ത് ഗതികേടടാ ഇതൊക്കെ. ഓരോന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും. മാസം എന്നാണ് വിചാരം. കൊള്ളാം, നന്നായിരിക്കണം, വെച്ചായിരിക്കണം. ചുമ്മാ കെട്ടുന്നവരും ഉണ്ട് ഫാഷനില്. പിന്നെ ഇങ്ങനെ ഷോള് നമ്മള് ഇടുക്ക് മാത്രം അങ്ങനെ ഷോള് ഞാൻ ഇടലുണ്ട്. തലക്ക് ഇങ്ങനെ ഇടുന്നത് ഇത് മുടി ഹൈഡ് ചെയ്യണമെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ഉള്ള മുടി കവർ ചെയ്യണം ഇസ്ലാമികമായിട്ട്. പിന്നെ നമുക്ക് പക്ഷെ അവിടെ മുടി ഉണ്ടല്ലോ, അനുസരിച്ച് ഉണ്ടല്ലോ, അവിടെ മുടി ഉണ്ടല്ലോ. അപ്പൊ ഇത് ഇടാതെ എപ്പോഴെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ തലയില്? ഷോള് ഇടാതെ ചെയ്യലുണ്ട്. ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് എല്ലാം ചെയ്യാറുണ്ട്. അതിനാണ് കൂടുതൽ ഇതും കിട്ടല്, തെറിയും കിട്ടില്ല. അപ്പം ചേച്ചിക്ക് പറഞ്ഞാല് പൊട്ടിട്ടെങ്കിൽ ഇസ്ലാം ഫുള്ള് പുറത്തു പോയി ഹിന്ദു ആയി. ഒരു പൊട്ടിടുമ്പോ എങ്ങനെ അത് മുസ്ലിം ഫുള്ളും പോയിട്ട് ഇപ്പൊ നീ ഷോൾ വന്നിട്ട് അപ്പൊ നീ മുസ്ലിം ആയ ഹിന്ദു പുറത്തു പോയി. അതങ്ങനെ ഇല്ല. നമുക്കൊരു നീയത്തുണ്ട് നമ്മളെ മനസ്സിൽ വെച്ചിട്ടുണ്ടോ അങ്ങനെ? ഹിന്ദു ബ്രൈഡ് ഇത് ചെയ്യലുണ്ട്. അതൊക്കെ ഒരുമാതിരി മറ്റടുത്ത പരിപാടിയാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ മുസ്ലിം, അടുത്ത് കുറിയിട്ട് കഴിഞ്ഞാൽ ഹിന്ദു ആയാ നീ, പിന്നെ മുസ്ലിം ആയോ നീ. ഈ ഒരു സംസാരമൊന്നും എനിക്ക് പേഴ്സണലി യോജിപ്പില്ലടേ. ഇതൊക്കെ എന്താ ആൾക്കാരുടെ എന്താ ഇന്നാളെ നന്നാവും. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മതം 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 ഈ സാധനം മാത്രം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് കുറെ ടീംസ്. അല്ല എന്ത് പറയാൻ. ബാക്കി ഇവൻ ആദ്യം ഇറക്കി വിടണം കേട്ടോ. അല്ല ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾ കാണുമ്പോൾ ഞാൻ മനിയായിട്ട് ഡ്രസ് അടിപൊളിയാണ് സാരി. ഇത് ഹറാമാണ്. സാരി ഇസ്ലാമിക യോജിക്കില്ല. നീ ഏത് നാട്ടിൽ നിന്ന് വന്നേ? ഇവ എന്ത് തേങ്ങയാ പറയുന്നത്? സൈഡിൽ ഇരുന്നും കൊണ്ട് എന്തേ വായി തോന്നണൊക്കെ വിളിച്ച് പറയുന്നത്. ഇവനൊക്കെ അവിടെ പിടിച്ചിരുത്തിയതേ വലിയ പ്രശ്നമായിട്ടാണെന്ന് തോന്നുന്നത്. എന്തായാലും ഞാൻ കൺക്ലൂഡ് ചെയ്തൊരു കാര്യം പറയാം. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഈ വേർതിരിവൊന്നും വേണ്ട. ആർക്ക് വേണോ, ആർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വേണോ ഇട്ടുകൊണ്ട് നടക്കാം. പക്ഷേ ഒക്കേഷൻ അനുസരിച്ചിട്ട് വളരെ മാന്യമായ ഡ്രസ്സ് ധരിക്കണമെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അല്ലാണ്ട് അവിടെ ഇവിടെയും തള്ളിയും ഉന്തിയും പിടിച്ച് നിന്ന് വല്ലതൊക്കെ വെളിയിൽ കാണിച്ചും കൊണ്ട് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പോലെ നടക്കാം. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ കാണിച്ചും പൊക്കി കാണിച്ചും നൂത്ത് കാണിച്ചും നടക്കുന്നതെന്ന് പേഴ്സണലി എനിക്കിഷ്ടമല്ല. അതൊരു വൾഗാരിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഒക്കേഷൻ അനുസരിച്ച് ധരിക്കാം എന്ന് പറയുമ്പോൾ ഇനിയിപ്പം സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ പോകുമ്പോൾ സാരി ഉടുത്തോണ്ടോണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അവിടെ സ്വിമ്മിംഗ് സ്യൂട്ട് ഇടാം. പക്ഷേ അത് ഇട്ടുകൊണ്ട് റോട്ടിൽ ഇറങ്ങി നടക്കരുത്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇടണം.